ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇറാനി പോള കേട്ടോ. വളരെ ടേസ്റ്റിയും നോമ്പ് തുറക്കാൻ നേരത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണയിലേക്കാണ് ഈ സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2-3 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണോ സാധാരണ മുളകാണോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചിക്കനാണ്. അപ്പോൾ ഞാൻ നേരത്തെ അതിൽ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിലൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടതാണ്. അപ്പോൾ നമ്മൾ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. അതൊന്ന് ചെറുങ്ങനെ ഒന്ന് പിച്ചിയിട്ട് അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ രൂപത്തിലാണ് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഞാൻ അടുത്തൊരു കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ലേശം ഒരു 1/4 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കൊണ്ടുള്ളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഒന്ന് വേവിക്കാൻ വെക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചിക്കൻ്റെ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയി. ഇപ്പോൾ ലേശം വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ചിക്കൻ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വന്ന മാവും കൂടി ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം ഇതിൻ്റെ മേലെ വട്ടത്തിലൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ഇത് പാൻ അടിയിൽ വെച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് പാൻ അടിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടീസ്പൂണോ കത്തിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അതിന് ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുങ്ങനെ ഒന്ന് അടർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പാനിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 10 മിനിറ്റോളം ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇറാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.